സ്നേഹാവസ് ആണ്. നാളത്തെ എക്സാമിന് ഷുവർ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ചരിത്രകഥ വിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും അറിയില്ലെങ്കിലും പഠിച്ചു പോകാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് ആണ് മുകളിൽ തന്നിട്ടുള്ളത്. ഇതെങ്കിലും മക്കൾ പഠിച്ചു പോയിക്കോളാം. ആദ്യം ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് എന്തായാലും എന്ത് ചെയ്യണം, ഫർഹാദ് എന്നുള്ള ആ ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇത് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പാടില്ല, ഇങ്ങനെ ഒരു കുറിപ്പായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പോയിന്റ്സ് ആയിട്ട് ഒരിക്കലും എഴുതാൻ പാടില്ല. നോക്കിക്കേ, പ്രമുഖ രചനാകാർ പ്രഭാത് കി ഗർ നാമക് കഹാനിക്ക് മുഖ്യ പാത്രാണ് ആര്? ഫർഹാദ് എന്ന് പറയുന്നത്. പ്രമുഖ രചനാകാരൻ എന്ന് വെച്ചാൽ പ്രശസ്തനായിട്ടുള്ള രചനാകാരനായിട്ടുള്ള പ്രഭാതിന്റെ ഗർ എന്ന് പറയുന്ന ആ ഒരു കഹാനിയിലെ ഒരു കഥാപാത്രമാണ് മുഖ്യ പാത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. പാത്ര എന്നാണ് നമ്മൾ കഥാപാത്രത്തിന് പറയുന്നത്. അതാണ് നമ്മുടെ ഫർഹാദ് എന്ന് പറയുന്നത്. പിന്നെ അയാളുടെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് നമ്മൾ പറയാണ്. ഹർ ജീവജന്തുക്കോ അപ്പനി പരിവാർ മാനത്തെ ഹേ. ഹർ ജീവജന്തുക്കോ, എല്ലാ ജീവജന്തുക്കളെയും തന്റെ അപ്പനി പരിവാറായിട്ടാണ്, ഫാമിലി ആയിട്ടാണ് മാനത്തെ ഹേ, കാണുന്നത്. ആര്? ഫർഹാദ് അല്ലെ. അതേപോലെ തന്നെ ജീവജന്തുവും പർ കോയി ഹാനി നെഹി കർത്തെ. ജീവജന്തുക്കളിൽ ഒരു ഹാനിയും ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യവും, ഹാനി മീൻസ് എന്താണ്? നാശം വരുത്തുക. ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഒരു നഷ്ടവും ഒരു നാശവും വരുത്താത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ ഫർഹാദ് എന്ന് പറയുന്നത്. പിന്നെ ചിപ്കലിയുടെ റായ്മേ, അഭിപ്രായത്തിൽ എങ്ങനെയാന്നുള്ളതും കൂടി പഠിക്കാം. വേ ചിപ്കലിയും കെ പീച്ചെ, ചിപ്കലികളുടെ പല്ലിയുടെ പുറകെ ചാടു ലേക്കർ ജാനെ വാലെ നെഹി ഹേ, ചാടുവായിട്ട് ചൂലുമായിട്ട് പോകുന്ന ആളല്ല എന്നുള്ളതും കൂടി എഴുതി വെക്ക. പ്രകൃതി പ്രേമി വ്യക്തി ഹേ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫർഹാദിനെ കുറിച്ചിട്ട് ഇത്രയെങ്കിലും കാര്യം എന്റെ മക്കൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. ബൈ ബൈ.